ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖാലേ എല്ലാവർക്കും. ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ 3ാമത്തെ ദിവസമാണ്. ആദ്യത്തെ 2 ദിവസം ചെയ്തിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോണ്ട് എനിക്കുണ്ടായി. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ആയിട്ടും അതുപോലെ കമൻറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെയധികം എഫക്റ്റീവ് റിസൾട്ടാണ് ഫോളോ ചെയ്യുന്നുണ്ട്. ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ 2 പേർക്കൂടെ പറ്റുന്ന രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സിമ്പിളായിട്ട് കിട്ടുന്ന നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള റെമഡിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മിക്കവരും പറയാണ്ട് ചേച്ചി അങ്ങനെ വീട്ടിൽ കിട്ടും, ഞങ്ങൾ പുറത്തോട്ടൊന്നും പോകാനുള്ള സാഹചര്യം എനിക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും അപ്പോൾ അങ്ങനെയുള്ള കാര്യം പറയാറുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ കിട്ടുന്ന വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്കിൻ കെയർ ചെയ്യണത്. അപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുമാണ് നമ്മൾ കാണിക്കണത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാനത് പറയാനായിട്ട് കഴിഞ്ഞ വീഡിയോയിലും പറയാനായിട്ട് വിട്ടുപോയതാണ്. നമ്മൾ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോസ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള ടൈം എടുത്തിട്ടാണ് ചോദിച്ചിട്ട് 1 ഡേ ഗ്യാപ്പ് ഇടുന്നത്. അപ്പോൾ ഗ്യാപ്പ് നമുക്ക് ഫീൽ ആവാണ്ടിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം മെത്തേഡ് തന്നെ നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു ദിവസം കൂടെ എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചാൽ മതി, അത് തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഡൗട്ട് തീർന്നില്ലേ. ഇനി ചിലരുടെ ഡൗട്ട് എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ചേച്ചി ഞാൻ സ്കിൻ കെയർ ചാലഞ്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നെ കെയർ ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞത്. എൻ്റെ ഹസ്ബൻഡ് അത്ര മൈൻഡ് ചെയ്യുന്ന എന്നെ കളിയാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എൻ്റെ സ്കിൻ എങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് എന്ത് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. ചിലർ പറയും എന്ത് ചെയ്യാനാ ചേച്ചി, അതൊന്നും കാര്യമൊന്നുമില്ല, എൻ്റെ വൈഫാണെന്നുണ്ടെങ്കിൽ മൈൻഡ് പോലും ചെയ്യില്ല. അപ്പോൾ സ്കിന്ന് കറുത്തിട്ടോ കരുവാളിച്ചിട്ടോ കണ്ണ് കുഞ്ഞിട്ടോ ഇരുന്നാലും എൻ്റെ ഹസ്ബൻഡ് മൈൻഡ് ചെയ്യില്ലെന്നോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മൈൻഡ് ചെയ്യില്ലെന്ന് പറയാറുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു വെച്ചാൽ നമ്മളെ ഒന്നിട്ട് അങ്ങോട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ്. പിന്നെ ഹസ്ബൻഡ് നമ്മളെ അത്ര കെയർ ചെയ്യില്ലെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് അങ്ങോട്ട് കെയർ ചെയ്യുക. അപ്പോൾ ഹസ്ബൻഡ് നന്നായിട്ട് ഇപ്പം നമുക്ക് നന്നായിട്ട് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡോട് പറയും നിങ്ങൾ നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഈ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ എന്ന് അങ്ങോട്ട് പറഞ്ഞോളൂ. അതുപോലെ തന്നെ ഫേസിൽ അവരൊരു പാക്ക് ഇട്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ഭംഗിയായിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി കറുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഇച്ചിരി കരുവാളിപ്പ് ഉണ്ടല്ലോ വെച്ച് നമ്മളൊരു ഫേസ് പാക്ക് അങ്ങിട്ട് കൊടുക്കുക. ഇപ്പം ഭാര്യയുടെ മുഖത്തൊരു കരുവാളിപ്പ് ഫീൽ ചെയ്തിട്ട് പറയുക എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലൊക്കെ ഹാപ്പിഡ്സ് TV ചാനലൊക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലുമൊക്കെ അതിൽ നിന്നൊക്കെ ടിപ്പ് വളരെ സിമ്പിളായ ടിപ്സൊക്കെ അല്ലേ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ടിപ്സൊക്കെ എടുത്ത് നമുക്ക് ചെയ്തുകൂടെ എന്ന് ഭാര്യമാരോട് അങ്ങോട്ട് ചോദിച്ചോളാം. അപ്പോൾ ആ ഒരു പ്രശ്നം ക്ലിയർ ആയേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെയർ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ സമയം നമ്മുടെ ജീവിതത്തിലുള്ളൂ. ആ സമയങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പരസ്പരം ഉള്ള വീട്ടിൽ ഒന്നിച്ച് കഴിയാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പം ഞാൻ ഹസ്ബൻഡ് നിങ്ങൾക്ക് അറിയാലോ, രണ്ടുപേരും 2 സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ എന്തുമാത്രം അത് മിസ് ചെയ്യുക എന്നുള്ളത് കാര്യം സത്യം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ചുള്ള ദമ്പതിമാർ എന്തായാലും ആ സ്നേഹം അങ്ങോട്ട് എൻജോയ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ചില ഈ നേരത്തെ ഞാനൊരു ഇതിലിങ്ങനെ വായിക്കുകയുണ്ടായ കാര്യം പറയാം. അതായത് ഭാര്യയും ഭർത്താവും തന്നെ അവരുടെ സുഹൃത്തുക്കളെ നിലനിർത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവരെ കെയർ ചെയ്യും. അവർ സൗന്ദര്യം നല്ലതെന്ന് പറയും, അല്ലെങ്കിൽ അവർ ഡ്രസ്സ് ഇട്ടാൽ വാ ഇത് എത്ര നല്ല ഡ്രസ്സാന്ന് പറയും. ഭാര്യയുടെ ഭർത്താവായിട്ട് അവരുടെ സുഹൃത്തുക്കളെ അവരുടെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുപോലത്തെ ഒരു കാര്യങ്ങൾ അതിലും എത്രയോ വലിയ വിലയേറിയ ആളാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഭാര്യയായിട്ട് ഭർത്താവായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും അവർ നമ്മുടെ കൂടെ എന്തായാലും ഉണ്ടാവുള്ളൂ. നമുക്കൊരു അസുഖം വരട്ടെ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ പോലും അവരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നേക്കാളും ഒരു 1000-10,000 മടങ്ങ് ഇരട്ടി കെയറും അതുപോലെ സ്നേഹവും കൊടുക്കണം നമ്മുടെ പങ്കാളിക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഒരുമിച്ചുള്ള സമയത്ത് ആ ഒരു സമയമൊക്കെ ഉണ്ട് ആസ്വദിക്കുക. അതുപോലെ തന്നെ സ്കിൻ കെയർ ചാലഞ്ചൊക്കെ 2 പേരോട് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തോളാം. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യണത് നമ്മളുടെ തക്കാളിയാണ്. തക്കാളി എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മളിത് ഇട്ടിട്ട് പാക്കൊക്കെ ഇട്ടിട്ട് ആ സമയത്തൊരു ബ്രൈറ്റനിങ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതും ഉപയോഗിച്ച് നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങി നല്ല കറുത്ത് കരുവാളിച്ച് നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. നാരങ്ങയൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്തിട്ട് നമ്മൾ വെയിലത്ത് പോകുന്ന ഒരു എഫക്റ്റാണ് ഈ തക്കാളിയുടെ പ്രശ്നം എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ആ ചേച്ചി ഇട്ടത്തെ ആ ഒരു ഇട്ടപ്പോൾ ആ ഒരു ഇതേ ഉള്ളൂ, പിന്നെ കഴിയുമ്പോഴത്തേക്കും കറുത്ത് പോകുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും തക്കാളിയൊക്കെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങാതിരിക്കുക. അപ്പോൾ മാക്സിമം ഈവനിങ് ടൈം ഒരു 5 മണിക്ക് ശേഷം, ഇപ്പോൾ ഏകദേശം ഒരു 4:50 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു വൈകിട്ട് ഒരു വെയിലൊക്കെ ആറി ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ നമ്മളുടെ 14 ഇനി കുറച്ചുള്ള ദിവസങ്ങളിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും നമ്മൾ ഈ ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ ആറിയതിന് ശേഷം യൂസ് ചെയ്യുക. നല്ല എഫക്റ്റീവുള്ള കിടിൽ റെമഡിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം.
ഒരു ഫ്രൈങ് പാൻ എടുക്കുക. നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഞാനിവിടെ നമ്മളുടെ ഗോതമ്പ് പൊടി ഇല്ലേ, സാധാ ഗോതമ്പ് പൊടി തന്നെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഗോതമ്പ് പൊടി അല്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷനായിട്ട് നമുക്ക് പച്ചരി എടുക്കാം, അതുപോലെ തന്നെ കടലമാവ് എടുക്കാം. അങ്ങനെ ഏതെങ്കിലും നമുക്ക് കൈവശം ഏതാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് നല്ല ചൂടായ പാനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു തവ കൊണ്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ചൂടായതായിരിക്കണം, എന്നാലും ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ നന്നായിട്ട് കരിഞ്ഞു വരും. നമുക്കതിൻ്റെ കരിഞ്ഞാണ് വേണ്ടത്. നമ്മൾ ചാർക്കോൾ മാസ്ക് ഇല്ലേ, അതിൻ്റെ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാണ് ഇവിടെ. അപ്പോൾ അല്പം കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു വരും. ഈ ഒരു കളർ വരും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അത് തണുക്കാനായിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. കറക്റ്റ് ഒരു കോഫി പൗഡറിൻ്റെ ഒക്കെ കളറില്ലേ, കറുത്ത കളറില്ലേ, ആ കളർ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ പുക കൊണ്ട് എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് തണുത്തതിന് ശേഷം കിട്ടുക. കൂടുതലുണ്ടെങ്കിൽ നമുക്കത് എടുത്തിട്ട് ഒരു ബോട്ടിൽ ഒരു ടിന്നിലാക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മാസ്കായിട്ട് ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞൾ, അല്ലെന്നുണ്ടെങ്കിൽ സാദാ മഞ്ഞൾ. കസ്തൂരി മഞ്ഞളിൻ്റെ കളർ ഇതാണ് കേട്ടോ, ഒരു മഞ്ഞ കളർ വിചാരിക്കണ്ട. പിന്നെ നോർമൽ നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ വീട്ടിലുള്ള മഞ്ഞളില്ലേ, കറിമഞ്ഞൾ, അതാണെന്നുണ്ടെങ്കിൽ മഞ്ഞ കളറായിരിക്കും. അപ്പോൾ ഇത് കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ മഞ്ഞൾ എടുക്കാം. ജെൻസിന് കസ്തൂരി മഞ്ഞളും വേണ്ട, യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലേഡീസ് മാത്രം ഇത് രണ്ടും കൂടി എടുത്താൽ മതി. അപ്പോൾ ഈ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ കളർ ഒരു ഡൗട്ടുള്ള ആൾക്കാർ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കസ്തൂരി മഞ്ഞൾ റിയൽ മഞ്ഞൾ എന്താണെന്നുള്ള വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് മനസ്സിലാവും ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ യഥാർത്ഥ കളറ്. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തക്കാളിയാണ്. ഒരു മീഡിയം സൈസ് തക്കാളി. ഇത് ഒരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല, ഫുള്ളായിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് വേണ്ടത് ഫൈനലി ഹണി അല്ലെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലാണ്. ഞാനിവിടെ ഹണിയാണ് എടുക്കണത്. എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ ഹണി അല്ലെങ്കിൽ അലോവേര ജെല്ല് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും നമുക്ക് അലർജി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള മെത്തേഡ് കാണാം. നമ്മൾ ചർക്കോൾ പൗഡറിലേക്ക്, ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ കസ്തൂരി മഞ്ഞൾ അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അപ്പോൾ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ചർക്കോൾ ഈ പൗഡർ എടുക്കുക. അതിലേക്ക് നേരെ നമ്മൾ തക്കാളി അരച്ചതോ അല്ലെങ്കിൽ തക്കാളി ഈ രീതിയിൽ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞതോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി അരച്ചാണ് എടുക്കണം നല്ലത്. ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് അരയ്ക്കാൻ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ പൾപ്പ് നന്നായിട്ട് അരച്ച് തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും പ്രശ്നമില്ല, 2 ദിവസമൊക്കെ എന്തായാലും അതിനകത്ത് ഇരുന്നോളും. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പൾപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഏറ്റവും ഫൈനലി നമുക്ക് ആവശ്യമുള്ളത് അലോവേര ജെല്ല് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹണി, അതും കൂടെ ഒരു വലിയ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്ര പൗഡർ ഉണ്ട് നമ്മുടെ ചർക്കോൾ മാസ്ക്, ഇപ്പോൾ 2 സ്പൂൺ ആണെങ്കിൽ 2 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുപോലെ യോജിപ്പിക്കുക. ഒരുപാട് നമ്മൾ എന്താ പറയുക, വെള്ളം പോലെ ആവരുത്, ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കത്, ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ നിന്നൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരാൻ തുടങ്ങും. നമുക്കിനി ഡയറക്റ്റ് നമ്മളുടെ ഫേസിലേക്ക്, നമ്മുടെ ബോഡിയിലോ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡല്ലേ. അപ്പോൾ ഞാനിവിടെ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കസ്തൂരി മഞ്ഞൾ ജെൻസിന് യൂസ് ചെയ്യേണ്ട, അത് ലേഡീസിന് വേണ്ടി സെപ്പറേറ്റ് മാത്രമുള്ളതാണ്. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റൊന്നും അല്ല ഞാൻ പറയണേ. നല്ല മഞ്ഞൾപ്പൊടി, ശുദ്ധമായ മഞ്ഞൾപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എടുക്കാവുന്നതാണ്. അത് നമ്മൾ ജസ്റ്റ് കരിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു അല്പം ഒരു എന്താ പറയുക 1/2 ടീസ്പൂണൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ലേഡീസിന് യൂസ് ചെയ്യാം, ജെൻസ് അവോയ്ഡ് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോമങ്ങളൊക്കെ പറഞ്ഞു പോകാനായിട്ട് ഇത് കാരണമാവും. നമ്മളുടെ കേരളത്തിലെ സംസ്കാരം അനുസരിച്ച് അല്പം താടി മീശയൊക്കെ ഉള്ളതാണ് നമുക്ക് ഒരു ആണത്തം എന്നൊക്കെ പറയണ നമ്മളുടെ മനസ്സിലൊരു ചിന്ത. എന്ന് വെച്ചാൽ അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. ഇല്ലാത്തവർക്കും അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ താടി മീശയൊക്കെ പോകാനായിട്ട് കാരണമാവും. അപ്പോൾ അതുകൊണ്ടാണ് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയണത്. അപ്പോൾ ലേഡീസിന് ഇത് രണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്തായാലും നമ്മുടെ പാക്ക് നമ്മൾ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 20 മുതൽ 25 മിനിറ്റ് വരെ നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് വെക്കാം. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. 25 മിനിറ്റൊക്കെ നമുക്ക് TV ഒക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാമല്ലോ. ഇരുന്നതിന് ശേഷം 25 മിനിറ്റിന് ശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ, നോർമൽ വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്ത് കളയാം.
അതിനുശേഷം നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമോ എന്തെങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ ഫ്രീ ആയിട്ട് വിട്ടാലും കുഴപ്പമില്ല. എന്നാലും മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത് ഒന്നുകൊണ്ട് നല്ലതാണ്. ഹണി ഇല്ലാച്ചാൽ അലോവേര ജെൽ ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അലോവേര ജെൽ അല്ലെങ്കിൽ ഹണി ഇത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സ്ക്രബ്ബ് കാണിച്ചിട്ടുണ്ടായി. ആ സ്ക്രബ്ബ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി നമ്മൾ സ്ക്രബ്ബായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പം നമുക്കത് അപ്ലൈ ചെയ്യാൻ നല്ല കറുത്ത കോഫി പൗഡർ പോലെ ഇരിക്കും. ഇത് ചിരട്ട കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. ചിരട്ട നമ്മൾ കരി ഉണ്ടാക്കില്ല, മണ്ണെണ്ണ ഒന്നും ഒഴിച്ചിട്ട് കരിക്കരുത് കേട്ടോ. നോർമലായിട്ട് നമ്മൾ കരിച്ചിട്ട് ആ ചിരട്ടയുടെ കരി നമുക്ക് നന്നായിട്ട് അരച്ച് മിക്സിയിലെടുത്ത് പൊടിച്ചെടുക്കാം. അത് നമുക്കൊരു ബോട്ടിലെടുത്ത് കീപ്പ് ചെയ്യാം. ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വെക്കാം. എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചാർക്കോളായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും രൂപയൊന്നും കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഫേസിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും കയ്യിലും കാലിലൊക്കെ നമുക്കിത് തേക്കാവുന്നതാണ്. ഇത് പുറത്ത് കഴുകണമായിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് കഴുകാണ്ട് നമ്മൾ തോർത്തൊക്കെ എടുത്തിട്ട് തുടയ്ക്കരുത്, കാരണം അതൊക്കെ നല്ല കരി പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് കണ്ണിൻ്റെ അടിയിൽ വേണമെച്ചാൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലെമണൊന്നും ആഡ് ചെയ്തിട്ടില്ല. സെൻസിറ്റീവ് ഏരിയയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് തുടച്ച് കളയണം. അവിടെ ഇരുന്നൊന്ന് ഡ്രൈ ആയിട്ട് കഴുകാമെന്ന് വിചാരിക്കരുത്. അത് മറക്കാണ്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനടിയിൽ ഇട്ടുള്ളൂ കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ കണ്ണിനടിയിൽ അങ്ങനെ കറുത്ത പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചെവിയിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അതിൻ്റെ കൂടെ അങ്ങോട്ട് ചെവിയിലും കൂടെ നമ്മൾ ചെവീനെ മിസ് ചെയ്യണ ഒരു ഏരിയയാണ്. ചെവിയിലൂടെ ഇട്ട് കൊടുക്കുക. പരസ്പരം സഹായം ചെയ്യുക. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കുള്ളൊരു പരസ്പര സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ചെവിയിലൊക്കെ പറ്റുമ്പോൾ അകത്തൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചൊക്കെ കൊടുത്ത്, ഇതിപ്പോൾ സിസ്റ്ററും ബ്രദറും ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കും സഹായിക്കാവുന്നതാണ്. അമ്മയ്ക്കും അച്ഛനും ഉള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എൻ്റെ അമ്മയ്ക്ക്, ഇവിടുത്തെ എൻ്റെ മദറിലേക്ക് 75 വയസ്സുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഇട്ടിട്ട് കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് എന്നെക്കാളും കൂടുതൽ ഇതിലൊക്കെ സന്തോഷമുള്ളത് അമ്മയ്ക്കാണ്. അപ്പോൾ അങ്ങനെ പ്രായഭേദമൊന്നുമില്ല, നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നം തോന്നില്ല. ഇന്ന പ്രായം കഴിഞ്ഞാൽ ഇടാൻ പാടില്ല, ഇന്ന പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാൻ പാടില്ല, ഈ പ്രായത്തിലുള്ളവർക്കൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും അങ്ങനെ പ്രായമുള്ളവരൊന്നും മൂലയ്ക്ക് ഇരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും 20 മുതൽ 25 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യപ്പോൾ ഇത് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഡ്രൈ ആവാൻ തുടങ്ങിയതിന് ശേഷം മിണ്ടരുത്, ചുളുക്കം വീഴും, വയസ്സായി പോകും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതിനൊരു സംസാരിക്കരുത്. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ട് 25 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, നമ്മൾ നല്ല സാധാരണ വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് നേരെ തന്നെ വാഷ് ചെയ്യാം. അതായത് നമ്മൾ വാം വാട്ടർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പുറത്തുനിന്ന് വാഷ് ചെയ്താണ് കുറച്ചുകൂടെ നല്ലത്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തറയിലൊക്കെ നമുക്ക് ആവും. അപ്പോൾ എന്തായാലും കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ നീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.